ഇന്ന് മലയാള മാസം 1-ാം തീയതി വൃശ്ചിക മാസം. അപ്പോൾ നമുക്കേ ഒരു ബസ്സിൻ്റെ സൗണ്ട് വൃശ്ചിക സദ്യ ഉണ്ടാക്കിയാലോ. അപ്പോൾ വൃശ്ചിക സദ്യ ഉണ്ടാക്കാനായിട്ട് ഞാൻ വീണ്ടും ഫ്രണ്ടിലേക്ക് വന്നു. ഇവിടെ നല്ല വെട്ടമുണ്ട്, നല്ല വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട് ഫ്രണ്ടിലേക്ക് വന്നു. നമുക്കൊരു വൃശ്ചിക സദ്യ ഉണ്ടാക്കാം. എല്ലാവരും വായോ. വണ്ടികളിലൊക്കെ പോകുന്നവരെ നോക്കുകയാണ് കേട്ടോ, ഷൂട്ടിങ്ങാണോന്ന്. അപ്പോൾ നമ്മൾ മുറ്റത്തിറങ്ങിയതിൻ്റെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതൊരു വല്ലാത്ത സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും വായോ. അപ്പോൾ രാവിലെ നല്ല അന്തരീക്ഷമായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് തന്നെ ഇന്നും ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല വെട്ടമൊക്കെ ഉണ്ടല്ലോ. അമ്മച്ചി ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ പോയിട്ട് വന്നു. അപ്പോൾ അമ്മച്ചി പോയിട്ട് വന്നപ്പോൾ അമ്മച്ചി എടുത്ത് പറഞ്ഞു, അമ്മ നമുക്കൊന്ന് പുറത്ത് വെച്ച് ചെയ്യാം. എൻ്റെ തന്നെ റെസിപ്പിയാണ് അമ്മച്ചി ചെയ്യുന്നതെന്നേ ഉള്ളൂ കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് നമ്മുടെ സാമ്പാർ മസാലയുണ്ട്, നൈമിത്രയ്ക്കൊരു സാമ്പാർ മസാലയുണ്ട്. അപ്പോൾ നമ്മൾ ആ മസാലയിൽ നിന്ന് എടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കാണിക്കണമല്ലോ ഇങ്ങനെയാണ് സാമ്പാർ മസാല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേന്നും. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ സാമ്പാർ മസാല ഉണ്ടാക്കാൻ ചില ഐറ്റംസ് ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യം 4-5 വറ്റൽ മുളക് ഇട്ടൊന്ന് മൂപ്പിക്കുക. ഇന്നത്തേക്ക് മാത്രം എടുക്കാനാണ്. ഉഴുന്ന്, തുവരപ്പരിപ്പ്, കുരുമുളക്, അരി, ഇത്രയൊക്കെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. കടലപ്പരിപ്പൊന്നുമില്ല. ഇതൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഇട്ട് കൊടുത്തത് ഇവിടെ കയ്യിലുള്ളതാണ്. ഇപ്പം ഇട്ട് കൊടുത്തത് ഇവിടെ തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത്. ഇത് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് പൊടിച്ചെടുക്കണം. കുരുമുളക്, അരി, ഉഴുന്ന് പരിപ്പ്, തുവരപ്പരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, മല്ലിയും കടലയും ഒക്കെ ചേർക്കണം. അപ്പോൾ നമുക്ക് കായവും ചേർക്കണം. അപ്പോൾ നമുക്ക് ഇതൊക്കെ പൊടിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കായപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ഇത് ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കണം കേട്ടോ. കടല ഇല്ലായിരുന്നു. സ്പെഷ്യൽ സാമ്പാർ ഉണ്ടാക്കാൻ ഈ മസാല വളരെ നല്ലതാണ്. ഉലുവപ്പൊടിയും ഉണ്ട്, ഉലുവയും ശകലം ഇട്ട് കൊടുക്കണേ. ഒരു സാമ്പാറിനുള്ളതാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉലുവയും ഒരു 3-4 നുള്ളേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇച്ചിരി ജീരകവും ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ പച്ചക്കറി എല്ലാം കൂടെ അരിഞ്ഞു വെച്ചു. ഒരു ക്യാരറ്റ്, പടവലങ്ങ, തടിയക്ക, അമരപ്പയർ എല്ലാം കൂടി ഇട്ട് ഉപ്പും ഇട്ട് അതിനെ വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഒരു 4 വിസിൽ കേൾപ്പിക്കാം. ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 2 കൈപ്പിടി ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കിതിനെ ഒന്ന് 4 വിസിൽ കേൾപ്പിച്ച് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ മസാല അരച്ചുകൊണ്ട് വരാം. നമ്മുടെ സ്പെഷ്യൽ മസാല ഉണ്ടല്ലോ, അത് അരച്ചുകൊണ്ട് വരാം. നമ്മൾ സാമ്പാർ മസാലയാണെങ്കിൽ മസാല മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇത് നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കണം. ഇത് സാമ്പാർ മസാല ഇല്ല എങ്കിൽ ഇതുപോലെ സാമ്പാർ വെച്ചാൽ വളരെ സൂപ്പറായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മളിത് അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് 4 വിസിൽ കേൾപ്പിക്കണം. വൃശ്ചിക മാസം 1 ഒരു കുഞ്ഞ് സദ്യ പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചു. രാവിലെ എരിശ്ശേരി വെച്ചു, മത്തങ്ങ എരിശ്ശേരി കേട്ടോ. അത് അമ്മച്ചി രാവിലെ അടുക്കളയിൽ വെച്ചു. ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. എന്നിട്ട് വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസ് കാണിക്കുകയാണ്. ഒരു 5 നാരങ്ങ എടുത്ത് ചെറുതായി അരിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഉപ്പ് കൂടെ അരിഞ്ഞിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. 5 ചെറുനാരങ്ങയാണ് എടുത്തത് കേട്ടോ. ഇതൊരു വെറൈറ്റി നാരങ്ങ കറിയാണ്. ചെറിയ ഉള്ളി കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച്, സവാളയാണെങ്കിൽ സവാള ഇട്ടാൽ മതി. ചെറിയ ഉള്ളി ഇടുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. മൂപ്പിച്ചിട്ട് അപ്പോഴും തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ നാരങ്ങ കറിയാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ അപ്പോഴുണ്ടാക്കി അപ്പം എടുക്കാം. രാവിലെ നാരങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് വെക്കണം കേട്ടോ. ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ഇട്ട് വെക്കണം. അതാണ് അതിൻ്റെ ഒരു ശരി. പിന്നെ അത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ കാശ്മീരി പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. നമ്മൾ 5 നാരങ്ങയാണ് എടുത്തത്. അപ്പോൾ കാശ്മീരി പൊടി 1 ടീസ്പൂണും, എരിവുള്ള പൊടി 1/2 ടീസ്പൂണും, മല്ലിപ്പൊടി 1/2 ടീസ്പൂണും, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും ഇട്ട് ഇനി നമ്മൾ കായപ്പൊടി കൂടി ഇട്ട് കൊടുത്താൽ അത് കേട്ടോ. കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് കടുക് ഉലുവയും കൂടെ ശകലം പൊടിച്ചിട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നമ്മളിന്ന് അതൊന്നും ചെയ്തില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണേ. പുളിയാണ് ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും വെള്ളവും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിനെ നന്നായിട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കണേ. വെള്ളം തിളപ്പിച്ചെടുക്കണം. അപ്പം നല്ലൊരു ടേസ്റ്റി നാരങ്ങക്കറിയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ്. നിങ്ങൾ ഇതേപോലെ നാളെ ഞായറല്ലേ ഉണ്ടാക്കി നോക്കണേ. അപ്പം നമ്മൾ വൃശ്ചിക മാസമല്ലേ, പഞ്ചസാരയാണ് ഇടുന്നത് കേട്ടോ, ശർക്കരയും ഇടാം. വൃശ്ചിക മാസത്തിൽ എല്ലാവരും വ്രതമൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ വ്രതം പിടിക്കുന്നവർക്ക് ഇതുപോലെ നാരങ്ങക്കറി പച്ച ഈർപ്പം ഒന്നും തൊടാതെ ഇട്ട് വെച്ചാൽ 30 ദിവസവും ഇരിക്കും. മിക്ക വീട്ടിലും മീൻ വാങ്ങിക്കൂല, വ്രതമൊക്കെ ആയിരിക്കും കേട്ടോ.
അപ്പോൾ നമ്മളിത് അടുത്തിട്ട് ആ പാൻ തന്നെ അത് മാറ്റിയിട്ട് ആ പാൻ തന്നെ വെച്ച് കൊടുത്ത് ചെറിയ ഉള്ളി വറ്റൽമുളകും കടുകും മൂപ്പിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഇതാണ് വെണ്ടയ്ക്ക പൊരിയൽ, വെണ്ടയ്ക്ക തോരൻ എന്നൊക്കെ പറയാം കേട്ടോ. അതുണ്ടാക്കാനായിട്ട് നമ്മളിതേ അത് വെച്ച് കൊടുത്തു കേട്ടോ. അതുമൊക്കെ വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പിടിക്കുന്നു, ബാക്കി ചേച്ചി അകത്ത് ഓരോ ജോലികളാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ സാമ്പാർ വെന്തിട്ടുണ്ട്. സാമ്പാറിനെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ലോണം അങ്ങ് ഉടയ്ക്കണ്ട, ഇഡ്ഡലിക്കല്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മളെ വെണ്ടയ്ക്ക ഇവിടെ അടച്ച് വെച്ചപ്പോഴത്തേക്കും ഒന്ന് റെഡിയായി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെണ്ടയ്ക്ക പൊരിയലെന്നോ വെണ്ടയ്ക്ക തോരനെന്നോ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയെന്നോ എന്ത് വേണേ നിങ്ങൾ വിളിച്ചോ കേട്ടോ. അമ്മക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വിളിക്കാം. എന്നിട്ട് വറ്റൽമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക തോരനാണ്. ചൂടോടെ കഴിക്കാൻ നല്ലതാണ്. വെജ് ഊണുകൾ തയ്യാറാക്കുന്നവർക്ക് ഇത് നല്ലതാണ്. ഈ മാസം മൊത്തം വെജ് ഊണുകൾ കഴിക്കുന്നവർക്ക് നല്ലതാണ്. ഞാൻ വെറൈറ്റി വെജ് കറികളുമായിട്ട് വരും കേട്ടോ. തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇനി അടുത്ത വെജ് കറികളുമായിട്ട് വരാവേ. അത് ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അമ്മച്ചിയെ കൊണ്ട് വെജ് കറികൾ വെപ്പിക്കാം കേട്ടോ. എന്നിട്ട് തോരനും റെഡിയായി. തോരനും എടുത്ത് നമ്മൾ വെച്ചു. തോരനും വെച്ചിട്ട് ആ പാൻ ഞാനൊരു പാത്രം എടുക്കുള്ളൂ, അപ്പോൾ എല്ലാം കിടന്ന് കഴിവണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് ആ പാൻ തന്നെ വെച്ച് കൊടുത്തു. ആ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. പ്രഷറൊക്കെ ഉള്ളവർ കടുകും പൊട്ടിച്ച് ചെറിയ ഉള്ളിയും ഇട്ടു. എന്നിട്ട് നമ്മൾ ഇതിൽ ഇനിയുള്ള നമ്മൾ വയ്ക്കുന്നത് ഒരു തക്കാളിയും ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കയും കൂടി അരിഞ്ഞു വെച്ചതാണ്. വെള്ളപ്പുളിശ്ശേരി വെക്കാനായിട്ട് ഒരു മുളക്, 1/4 മുറി തേങ്ങ, 2 വെളുത്തുള്ളി, ഒരു 1/4 സ്പൂൺ ജീരകം എന്നിവ ചേർത്ത് തൈരും ചേർത്ത് അരച്ച് ചേച്ചി എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവളെ പാകത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ കാക്കച്ചി പോസ്റ്റ് ഓഫീസിൽ പോവുകയാണ് കേട്ടോ പാഴ്സൽ അയക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചു. നമുക്കൊരു ടേസ്റ്റ് വ്യത്യാസം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിത് വെള്ള കളർ തന്നെ വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് അതൊന്ന് ഇടാഞ്ഞത്. അപ്പോഴത്തേക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് വെള്ള കളറിൽ തൈരും തേങ്ങയും എല്ലാം കൂടെ അരച്ചുകൊണ്ട് വന്നത് നമ്മളിതേ ഒഴിച്ചു കൊടുത്തു. അല്ല, ടേസ്റ്റി പുളിശ്ശേരിയാണ് വെള്ളപ്പുളിശ്ശേരി. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ഇതും ഒരു അഡാർ ഐറ്റം എന്നൊക്കെ തന്നെ പറയാം. അപ്പോൾ ഈ മാസത്തിൽ നമ്മൾ മണ്ഡല 41 വിളക്ക് വരെ വെജ് മാത്രം കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതും വെച്ചിട്ട് അതിലിച്ചിരി പുളിവെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്തെന്ന് വെച്ചാൽ തൈരിന് ഇത്തിരി പുളിവ് കുറവായിരുന്നു, അതുകൊണ്ട് ഇത്തിരി പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് അതും മാറ്റി വെച്ച്. എന്നിട്ട് കറിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എന്നിട്ട് അല്ലെങ്കിൽ കടുക് കിട്ടും. അപ്പോൾ ഗ്യാസ് വയ്ക്കുന്ന കറിച്ചട്ടി അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് പൊട്ടിത്തെറിച്ച് പോയി. എപ്പോഴും നമുക്ക് മനസ്സിലായി ഇത് അടുപ്പിൽ വയ്ക്കുന്നതാണെന്ന് കേട്ടോ. അപ്പം ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ഇങ്ങനെയുള്ള കറികൾ വയ്ക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ചിലവുകൾ വരും. അപ്പോൾ എന്ത് ചെയ്യണം, വളരെ പരിമിതപ്പെടുത്തി എല്ലാം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു സദ്യ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും കറികൾ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ വൃശ്ചിക മാസത്തിലെ ഒരു സദ്യ, വെജ് സദ്യ എന്ന് പറയാക്കില്ല, പരിപ്പും പപ്പടമൊന്നുമില്ല. എന്നിട്ട് തക്കാളി 2 മുരിങ്ങക്ക 1 തക്കാളിയും കൂടെ മുറിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. ഇതിനെ ഒന്ന് അടച്ച് വയ്ക്കുമ്പോൾ ഇതും ഒന്ന് അയഞ്ഞ് വരും. കാരണം ഇത്രയും വെന്താൽ മതി. ഇത് കുക്കറിൽ നമ്മൾ വേവിച്ചില്ല. അത് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മളിതേ അതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച സാമ്പാർ മസാലയുടെ കൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ മസാല ഇതേപോലെ കൂടെ നിങ്ങൾ സാമ്പാർ വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അറിയാമല്ലോ സാമ്പാർ എങ്ങനെയൊക്കെയാണ്. ഇതുപോലെയാണ് നൈമിത്രയുടെ സാമ്പാർ മസാല. കുറച്ച് ഐറ്റംസും കൂടെയൊക്കെ ചേരും. അപ്പോൾ അതൊരു പൊളിയാണ്. അപ്പോൾ ഒന്ന് കുറുകിയിരിക്കാൻ വേണ്ടിയാണ് അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ബാക്കി പുളി വെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ വെച്ചിട്ട് അതിനെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഉടച്ച് വെച്ചേക്കുന്ന പച്ചക്കറി ഐറ്റംസ് അതിലേക്ക് ഇടണം. ഇതിപ്പോൾ നമ്മൾ കലത്തിൽ വിറകടുപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് കലത്തിൽ വേവിക്കാം സാമ്പാർ. പക്ഷേ നമ്മളിത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുക്കറി വേവിച്ചത്. നിങ്ങൾ കുക്കറി വേവിക്കാതെ വേണമെങ്കിലും വേവിക്കാം. അപ്പോൾ അങ്ങനെ സൗകര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ സാമ്പാറും റെഡി. സാമ്പാറും വെള്ളപ്പുളിശ്ശേരിയും ഉപ്പേരി തോരൻ, ഉപ്പേരിയും സാമ്പാറും ഒക്കെ റെഡിയായി. ഇനി നമ്മൾക്ക് എന്തിനാണ് ചെയ്യണം, അമ്മച്ചി ഇവിടെ വന്നിരുന്നൊന്ന് വിശ്രമിക്കാനായിട്ട് ഭയങ്കര ചൂട്. അപ്പോൾ നമ്മളപ്പോൾ പായസം വയ്ക്കാമെന്ന് വിചാരിച്ച്. ഇനി പായസം കൂടെ ഉള്ളു. അപ്പോൾ വെറുമസലിയും നെയ്യും കൂടെ വെച്ച് ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. ഒന്ന് മൂപ്പിച്ചെടുത്തപ്പം അതിലേക്ക് നമ്മൾ 2ാം പാലാണ് ഒഴിച്ചത്. തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് കൊടുത്ത് തേങ്ങയുടെ 2ാം പാലൊക്കെ ഇങ്ങനെ ഒഴിച്ചപ്പോൾ കൂടെ കസ്റ്റമർ വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ പാലൊഴിച്ച് കൊടുത്തു. പശുവും പാലാണ് ഒഴിച്ച് കൊടുത്തത്. 2.5 ഗ്ലാസ് പശുവും പാൽ ഒഴിച്ച് കൊടുത്തു. ഒരു കവറ് പാലൊഴിച്ച് കൊടുത്തു എന്ന് പറയാം.
പശുവും പാലെന്ന് പറഞ്ഞാൽ നമ്മൾ കവർ പാൽ മേടിക്കുന്നത്. എന്നിട്ട് അതിനെ നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് അതിലിട്ട് ഇനി വേവിക്കണം. നന്നായി വെന്ത് വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ കറികളും പായസവും എല്ലാം റെഡി. അപ്പോൾ ചവ്വരി നമ്മൾ കുക്കറിൽ തന്നെ വേവിച്ചെടുത്തു. ഇതൊക്കെ 1 മണി കഴിഞ്ഞ് കേട്ടോ ഇതൊക്കെ ആയി വന്നപ്പോഴത്തേക്കും. അപ്പോഴേക്കും ചവ്വരി കുക്കറിലൊക്കെ വേവിച്ചെടുത്ത് ഇതിലോട്ടിട്ട് കൊടുത്തു കേട്ടോ. ഇതിലേക്ക് നല്ല കുറുകി വന്നേ. പായസം ഇങ്ങനെ കുറുകി വരെയാണ്. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള പഞ്ചസാര, ആവശ്യത്തിന് മാത്രം പഞ്ചസാര. ഇപ്പോൾ നമ്മൾ തേങ്ങയും അണ്ടിപ്പരിപ്പും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഏലക്ക പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വറുത്തൊന്ന് പൊടിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ചേച്ചി ഒത്തിരി ഉപ്പ് പൊടിയൊക്കെ ഇട്ട് ഇളക്കണം. അപ്പോഴത്തേക്ക് കസ്റ്റമർ വന്നുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മാറി. അപ്പോഴത്തേക്ക് അമ്മച്ചി വന്ന് നെയ്യിൽ മുന്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് മൂപ്പിച്ചിട്ടു. കടയിൽ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ കപ്പലണ്ടിയോ മേടിക്കാൻ, മറന്നു പോകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അതിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇല്ലാതെ വേണമെങ്കിൽ ഇടാമല്ലോ. അപ്പോൾ നെയ്യിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ മതി, അത്ര നെയ്യൊക്കെ മതിയേ. നെയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ നമ്മുടെ ഒരു രീതിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളത് എല്ലാം എടുത്ത് വെച്ച് സൂപ്പർ പായസമായിരുന്നു. ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്തതാണ്. വെള്ളപ്പുളിശ്ശേരി, സാമ്പാറും എരിശ്ശേരിയും നാരങ്ങക്കറിയും ചോറും കൂടി തോരനും കൂടി ഭയങ്കര സൂപ്പറായിരുന്നു. അപ്പോൾ കാക്കച്ചി ഇതൊക്കെ പറഞ്ഞാണ് കഴിക്കുന്നത്. വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. നല്ലൊരു 1-ാം തീയതിയാണ്. ഈ 1-ാം തീയതി ഒരുപാട് സന്തോഷങ്ങളുടേതാവട്ടെ. എല്ലാ മനുഷ്യർക്കും സമാധാനത്തിൻ്റെ ഇതും ശരണം വിളികളുടേതും ഒക്കെ ആവട്ടെ. എല്ലാവർക്കും വിശ്വാസം പലതായിരിക്കാം, പക്ഷേ ദൈവം ഒന്നേയുള്ളൂ. ഏകനായ ദൈവത്തെ നമ്മൾ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്നു. നമ്മൾ തന്നെയാണ് ദൈവം, നമ്മളിലുള്ളത് സ്നേഹമാണ് ദൈവം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അന്ധവിശ്വാസങ്ങൾ ഒന്നും തന്നെ എന്നെ ഏശത്തില്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ അതിനെ മാനിക്കുകയില്ല, അന്ധവിശ്വാസങ്ങളെ. അപ്പോൾ അന്ധവിശ്വാസികളായവരോട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ദൈവവിശ്വാസികളാവണം. ദൈവം എന്നാൽ നമ്മുടെ ഹൃദയത്തിനുള്ളിലാണുള്ളത്. പിന്നെ അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ നമ്മൾ പോകുന്നത് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അയ്യപ്പനെ കാണാൻ സ്ത്രീകൾക്ക് പോകാൻ പറ്റത്തില്ല എന്നൊരു സ്ത്രീകളൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹൃദയത്തിലാണ് ദൈവമുള്ളത്. അവിടെ നമുക്ക് അയ്യപ്പനായോ കൃഷ്ണനായോ ശിവനായോ അല്ലാഹുവായോ യേശു ക്രിസ്തു എന്നല്ല കർത്താവായോ ഒക്കെ നമുക്ക് ആരാധിക്കാം കേട്ടോ. അപ്പോൾ എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാരിഷ്ടത്തോടെ നീച്ച.